BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ പേവിംഗ് ടൈലിലാണ്. പാനൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, 4 സീറ്റർ ആയിട്ടുള്ള ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പായിട്ട് ഡൈനിങ് ടേബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കണ്ട ജനാലകൾ അടുത്ത 2 ബെഡ്റൂമും ഒരേ സൈസിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. 2x2 സൈസ് പോയിരിക്കുന്നു. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ജിയുടെ സ്ട്രക്ചറിലാണ്. ഇതുപോലെയല്ല, ബാൽക്കണിയാണ്. പല വീടുകളിലോട്ട് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ നമ്മുടെ മലയാള മനോരമ പാർപ്പിടം പ്രദർശനം വയനാട്ടിൽ നടക്കുന്നുണ്ട്. വയനാട് കൽപ്പറ്റ ലളിത് മഹൽ ഓഡിറ്റോറിയത്തിൽ. അവിടെ ആ പ്രോഗ്രാമിനായിട്ട് വന്ന സമയത്ത് കഴിഞ്ഞ തലേ ദിവസം തന്നെ എത്തി, വെള്ളിയാഴ്ച സ്ഥലത്തെത്തി. അവിടെ എൻ്റെ സുഹൃത്ത് റൌഫിൻ്റെ ഒരു ഹോം സ്റ്റേ, അതാണ് ഇന്നത്തെ ഹോം ഡീറ്റെയിൽഡിൽ കാണിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു പാർഷ്യലി ഫ്രെയിമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട്. ഇന്നത്തെ ഡീറ്റെയിൽസ് ഈ വീടിനെ കുറിച്ചാണ്. ഇറ്റ്സ് മീ ജയശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽഡ്. ഇത് യഥാർത്ഥത്തിൽ സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് 550 മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. എല്ലാ വീടുകളിലും തുടങ്ങുന്നത് പോലെ ഇത് ടോട്ടൽ 1400 സ്ക്വയർ ഫീറ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതിൽ തന്നെ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് തന്നെ വേണം പറയാം. നമുക്ക് ആദ്യം തന്നെ മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവേ. മതിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ തബൂക്ക് എന്ന് പറയുന്ന സിമൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ഒലീവ് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ മതിൽ ഇച്ചിരി ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന് പ്രത്യേകിച്ച് ഒരു ഗേറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല, അത് ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ സത്യത്തിൽ ഇവിടെ ആദ്യം താമസിച്ച ഞാനാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും റൌഫ് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളിത് ഇവിടെ താമസിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞു. അതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ റിവ്യൂ വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ലാൻഡ്സ്കേപ്പിലോട്ട് വരാവേ. ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ ലാൻഡ്സ്കേപ്പ് വരുന്നതേ ഉള്ളൂ. അതേസമയം ലാൻഡ്സ്കേപ്പ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ പേവിംഗ് ടൈലിലാണ്. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു എന്താ പറയുന്നത് നോർമലിയുള്ള ബാംഗ്ലൂർ സ്റ്റോണൊന്നും ഇടാതെ പേവിംഗ് ടൈൽ തന്നെ ഇട്ട് ചെയ്തിരിക്കുന്നു. ചെടികൾ, നാച്ചുറൽ പ്ലാന്റ്സ്. വയനാട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു എന്നാ പറയുന്നത്, ഇപ്പം തന്നെ എനിക്കിവിടെ രാവിലെ സമയം 9 മണി, പക്ഷേ ഒരു കൂൾ ബ്രീസ് അടിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ തന്നെ വെയിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു തണുപ്പാണ്. അതിനോട് ചേർന്നിട്ട് ആ ഗ്രീനറി കൊണ്ടുവരാനായിട്ട് ഈ ഒലീവ് ഗ്രീൻ കളർ എന്ന് പറഞ്ഞല്ലോ, അതിനോട് ചേർന്നിട്ടാണ് ഇവിടെ പ്ലാന്റ്സുകളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കും വേറെ ലെവലിൽ വരും എന്നതാണ് സത്യം. ഇനി വീടിൻ്റെ ഡിസൈൻ സിമെട്രി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഒരു പാർഷ്യലി ഫ്രെയിമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ വിശാലത മനസ്സിലാവും. 1400 സ്ക്വയർ ഫീറ്റ് 4 BHK എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കഞ്ചസ്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങനെ ഒരു കഞ്ചഷൻ ഈ വീടിൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഏറെയും വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ സിമൻറ്റ് ബ്ലോക്കിൽ തന്നെയാണ്. അതേസമയം ഏറെയും GI പൈപ്പുകളുടെ സ്ട്രക്ചർ ഒത്തിരി കയറിയിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് പറയാം. അതിൽ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബാക്കിൽ കാണുന്നത് കാടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ ഒരു ഹോം സ്റ്റേ എന്നുള്ള കോൺസെപ്റ്റ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിലോട്ടൊക്കെ കാട് നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് നമുക്ക് ബാൽക്കണിയുണ്ട്, ബെഡ്റൂമിനൊരു ബാൽക്കണിയുണ്ട്. അതകത്ത് കയറുമ്പോഴത്തേക്കും കാണാം. ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിരിക്കുന്നു. വൈകുന്നേരത്തെ ഇവിടുത്തെ എനിക്ക് വൈകിട്ട് ശരിക്കും ഇന്ന് പ്രോഗ്രാമിലോട്ട് പോകേണ്ടതാണ്, സെമിനാറിലോട്ട് പോകേണ്ടത് കൊണ്ടാണ് ഇത് വൈകിട്ട് എടുക്കാതെ രാവിലെ ആക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് വേറെ വൈബാണ്. ആകാശത്തിൻ്റെ നിറം തന്നെ വ്യത്യാസപ്പെടും. ഇവിടെ ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട്, അതും GIയിൽ ചെയ്തിരിക്കുന്നതാണ് ഈ സ്വിങ് വന്നിരിക്കുന്നത്. ഇനി ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടിൻ്റെ ബോർഡേഴ്സ് എല്ലാം തന്നെ ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ സ്റ്റെപ്പ് അവിടെ നിന്നൊരു സിംഗിൾ സ്റ്റെപ്പ് കയറുന്ന പോലെ ചെയ്തിട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ 2x2 ടൈലാണ് ചെയ്തിരിക്കുന്നത്. ടൈൽ എപ്പോക്സി ഇട്ട് വിരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് നോർമലിയുള്ള ബ്രാൻഡൊന്നുമല്ല, നോർമലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റിൻ്റെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു ഗ്രേ ബ്ലാക്ക്, വളരെ ലൈറ്റായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ചെയ്തിരിക്കുന്ന മോൾഡഡ് പാനൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ തീം കൊടുത്തിട്ട് അതിൽ വൈറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തേക്ക് കയറാവേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ളിലേക്ക് കയറാം. സിറ്റ് ഔട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 സൈസിലുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരു റെസിഡൻഷ്യൽ പർപ്പസിനായിട്ട് തന്നെ, എന്നാൽ ഹോം സ്റ്റേ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. 22-12 സൈസിലുള്ള കിച്ചണ്, ലിവിങ്, അങ്ങനെ ഒരു ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതേസമയം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം നമുക്ക് ലിവിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക 4 സീറ്റർ ആയിട്ടുള്ള സോഫ കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോറിങ് എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ സിറ്റ് ഔട്ടിൽ പറഞ്ഞ അതേ 2x2 സൈസ് ടൈല് എപ്പോക്സി ചെയ്തിരിക്കുന്ന കാണാം. ഇവിടെ ഒരു റഗ് കൊടുത്തിട്ടുണ്ട്. ഇനി
ഇവിടെ നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഒരു ചെറിയ സൈസാണ് കിച്ചണ്. ഞാൻ പറഞ്ഞു ടോട്ടൽ സൈസ് ഞാൻ പറഞ്ഞിരുന്നു. കിച്ചൺ സൈസ് മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12:8 സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പായിട്ട് താഴെ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയം ACPയിലാണ്. അലൂമിനിയം ACP സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാര്യം ഇവിടെ താമസം ഉള്ളതുകൊണ്ട്. ഇനി ഇതാണ് കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് മറൈൻ പ്ലൈവുഡ്, അതിൻ്റെ മുകളിലേക്ക് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു 3 സീറ്റർ അവിടെയായിട്ടും ഇവിടെയാണ് നമ്മുടെ ബെഞ്ച് കൊടുത്തിരിക്കുന്നത്. ഈ കൗണ്ടർ ടോപ്പ് ശരിക്കും ഡൈനിങ് ടേബിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡൈനിങ് ഏരിയ ആയിട്ട് ഇത് തന്നെ ചെയ്യുന്നു. കാര്യം ഒരു ചെറിയ സ്പേസ് ആണല്ലോ. ആ ചെറിയ സ്പേസ് ഇങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ജനാലകളെല്ലാം ചെയ്തിരിക്കുന്നത് വുഡിലാണ്. കാര്യം റൌഫിൻ്റെ വീട്ടിൽ അത്യാവശ്യം വുഡൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ജനാലകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ്സ് ഇട്ട്, കട്ടൺ ബ്ലൈൻഡ്സ് ഇട്ട് മറച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും അങ്ങനെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരേണ്ടത് ഇതിൻ്റെ റൂഫിലേക്കാണ്. റൂഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. അത് നമുക്ക് അകത്തോട്ട് ഞാൻ ഇതിലോട്ട് സ്റ്റെയർ കേസിലോട്ട് കയറുമ്പോൾ കാണിച്ചു തരാം. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സർഫസ് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുകളും പോയിരിക്കുന്നതാണ്. സ്ട്രിപ്പ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഈ എയർ ഫ്രെയിമിനെ വളരെ ഭംഗിയാക്കുന്ന രീതിക്കാണ് ലൈറ്റുകൾ പോയിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുണ്ട്, അതുപോലെ മുകളിലും 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂം സൈസ് താഴത്തെ 2 ബെഡ്റൂമും ഒരേ സൈസിലാണ് വന്നിരിക്കുന്നത്. 14 സൈസിലുള്ള ബെഡ്റൂം. ഫ്ലോറിങ്ങിലൊന്നും മാറ്റമില്ല. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു. ഇതും മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഹെഡ് ബോർഡും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ജനാലയാണ് വന്നിരിക്കുന്നത്, ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈറ്റ് സീയിങ്ങിന് ഒരുപാട് പ്രധാനമുണ്ട് ഈ ഒരു വീടിൽ. അതുകൊണ്ട് തന്നെ അതാണ് കൂടുതലായിട്ട് ഇവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ്, ഡ്രസ്സുകളൊക്കെ വയ്ക്കാം. അവിടെ നമ്മുടെ സാമഗ്രികളൊക്കെ വയ്ക്കാൻ പറ്റും. ഇവിടെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും നമ്മുടെ സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെയർ ഇട്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസൈൻ സിമെട്രി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബേജ് വുഡ് വൈറ്റ് കോമ്പിനേഷനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാം ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റുകളെല്ലാം തന്നെ ജിപ്സത്തിന് സീലിംഗ് കൊടുത്തിട്ട് സർഫസ് ലൈറ്റുകളായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ പോയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് തുറക്കാൻ പറ്റും. ഈ കർട്ടനിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ ബാൽക്കണിയാണ്. ഇത് തുറന്ന് നമുക്ക് ഈ ബാൽക്കണിയിലോട്ട് വരാം. ഈ ബാൽക്കണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 ബെഡ്റൂമുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബാൽക്കണിയാണത്. ഈ ബാൽക്കണിയിൽ 2 ബെഡ്റൂം ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്ലോറിങ് ഇത്ര നേരം കണ്ടത് 2x2 വെട്രിഫൈഡ് ടൈലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് 4x2 വെട്രിഫൈഡ് ടൈല് മെസ്നാൻ ഫ്ലോറിങ് അടിച്ചിട്ട് താഴെ സിമെൻറ്റ് ഫൈബർ ബോർഡ് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്ട്രക്ചർ വന്നിരിക്കുന്ന ജിയുടെ സ്ട്രക്ചർ വന്നിരിക്കുന്നു. അത് വെച്ചിട്ടാണ് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഇതേ സാധനം മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്ന പോളികാർബണേറ്റ് ഷീറ്റാണ്. അതിലും GA സ്ട്രക്ചർ അടിച്ച് മുകളിലോട്ട് പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇവിടെ കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2 ബെഡ്റൂമുകൾ കോമൺ ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെ നിന്ന് തുറന്നകത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ. കർട്ടൻ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് കർട്ടൻ ചെയ്തിരിക്കുന്നത്. അതേ കളർ അതേ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു. അപ്പുറത്തെ റൂം എന്തോ അതിൻ്റെ ഡിറ്റോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് കോട്ട് വിത്ത് മറൈൻ പ്ലൈവുഡ് ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു. 2 സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 കസേരകൾ. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാർഡ്രോബ്, ഡ്രസ്സിങ് ടേബിൾ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു വർക്കിംഗ് യൂണിറ്റ് പോലെ ഇവിടെയും ചെയ്തിരിക്കുന്നു. നമ്മൾ അപ്പുറത്തെ ബെഡ്റൂമിൽ ബാത്റൂമുണ്ട്. ആ ബാത്റൂം നമ്മൾ കാണിച്ചില്ല. അതേസമയം ഇത് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡായിട്ടും ഇൻസൈഡായിട്ടും ചെയ്യാത്ത രീതിയിലുള്ള ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് ഒരിടത്തെ കാണിക്കുന്നുള്ളേ, കാരണം എല്ലായിടത്തെയും ഒരുപോലെ സൈസ് വന്നിരിക്കുന്നു. അതിൽ തന്നെ ഫ്ലോറിങ് വന്നിരിക്കുന്നത് 2x2 സൈസ് പോയിരിക്കുന്നു. അതിൻ്റെ തന്നെ 2x2 സൈസ് അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ളത് നമ്മൾ ഭിത്തിയിലും ചെയ്തിരിക്കുന്നു. മേളിയിൽ ഗീസർ ഉൾപ്പെടെയുള്ള ഷവർ ഉൾപ്പെടെ അതുപോലെ തന്നെ നമുക്ക് WC ഉൾപ്പെടെയുള്ള ഒരു ബാത്റൂമാണ് വന്നിരിക്കുന്നത്. ഈ ബാത്റൂം ഞാൻ കാണിക്കുന്നുള്ളൂ. 250 150 സൈസാണ് വന്നിരിക്കുന്നത്. ബെഡ്റൂം സൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ്റൂം സൈസുകളെല്ലാം ഒന്ന് തന്നെയാണ്. 14 സൈസ്. താഴത്തെ 2 ഒരുപോലുള്ള ബെഡ്റൂം സൈസാണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന GAയുടെ സ്ട്രക്ചറിലാണ്. ഇത് വന്നിരിക്കുന്ന MS ആണ്. ബാക്കിയെല്ലാം GA ആണ് പോയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടീക്ക് വുഡ് ജസ്റ്റ് പോളിഷ് ചെയ്ത്, ടീക്ക് വുഡ് എന്ന് പറയുമ്പോൾ ടീക്കിൻ്റെ പലകകളായിട്ട് അടിച്ചിട്ട് 18 mm സൈസിൽ പലകകളാക്കിയിട്ട് അത് ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ക്ലാഡ് ചെയ്ത് സ്ക്രൂ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അവിടെ നമുക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ സൈഡിലോട്ട് നമ്മൾ വന്ന സിറ്റൗട്ട് കയറി വരുമ്പോഴത്തേക്കുള്ള ഏരിയ കാണാം. ലിവിങ്ങിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണും ഇത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. ഇതൊരു എ ഫ്രെയിം പോലെയാണ് ഞാൻ ആ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്.
ഇതൊരു ബാൽക്കണി പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ശരിക്കുന്ന ഗ്ലാസ് തന്നെയാണ്. ബാൽക്കണി പോലെ നമുക്ക് കാണാൻ സാധിക്കും. ബാൽക്കണി പോലെയല്ല, ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അവിടെ ബാൽക്കണിയിൽ പറഞ്ഞില്ല, അപ്പുറത്തെ ബാൽക്കണിയിൽ പറഞ്ഞ പോലെ തന്നെ മെസ്നാൻ ഫ്ലോറിംഗ് ആണ് അടിച്ചിരിക്കുന്നത്. ജിയുടെ സ്ട്രക്ചർ കൊടുത്തിട്ട് അതിലോട്ട് സിമെൻറ്റ് ഫൈബർ ബോർഡ് അടിച്ച് അവിടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ബാൽക്കണിയിൽ എന്ത് കണ്ടോ അതേ ടൈല് 4x2 സൈസ് ടൈല് ഇവിടെയും ചെയ്തിരിക്കുന്നു. ഇനി മുകളിലുണ്ട് 2 ബെഡ്റൂം. നമുക്ക് അങ്ങോട്ട് പോകാം. ബെഡ്റൂമിലേക്ക് പോകുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ. എലവേറ്റ് ചെയ്താണ് വരുന്നത്. മുകളിലും 2 ബെഡ്റൂംസാണ് ഉള്ളത്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം നമ്മൾ മെയിൻ ഡോർ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുമ്പോഴത്തേക്കും, അതായത് ടോട്ടലി 3ാമത്തെ ബെഡ്റൂമാണ്. 14 സൈസ് തന്നെ. ബെഡ് കോട്ട് അവിടെ തന്നെ സൈഡ് ടേബിൾ, സിംഗിൾ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ താഴേന്ന് കണ്ടില്ല ആ സ്ട്രക്ചർ, അതിങ്ങനെ എയർ ഫ്രെയിം സ്ട്രക്ചറിൻ്റെ രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ എയർ ഫ്രെയിം സ്ട്രക്ചറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഷിംഗിൾസാണ് കേട്ടോ. ഇവിടെ 2 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ അവിടെ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണിയുണ്ട്. ഈ ബാൽക്കണിയും മറ്റേ നമ്മുടെ 2ാമത്തെ റൂമുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. താഴെ നമ്മൾ കാണിച്ചില്ലേ സെയിം. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണി സൈസ് അത് ഇതായിട്ടാണ് കൊടുത്തത്, നീളപ്പാടാണ് ബാൽക്കണി വരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ GA അടിച്ചിരിക്കുന്നു. ഈ സൈഡിൽ ബാരിക്കേഡ് പോലെ GA കൊടുത്തിരിക്കുന്നു. അതേസമയം ഇത് തറ വരുന്നത് സിമെൻറ്റിൽ തന്നെയാണ്, സിമെൻറ്റ് കട്ട തന്നെ കെട്ടിയിരിക്കുന്നതാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂം സൈസും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ 14 സൈസാണ്. ഇവിടെ ഈ കൂര നമ്മളപ്പുറം കണ്ടില്ലേ, അത് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ അത്രയും എലമെൻറ്റുകൾ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വാർഡ്രോബ്, ഒരു ഹാഫ് വാർഡ്രോബ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ആ ഡോറൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ലൈറ്റിങ്, ആ ഒരു സർഫസ് മൗണ്ടഡ് ലൈറ്റാണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത്. ഇനി നമ്മുടെ ഒപ്പം ഈ വീടിൻ്റെ ഉടമസ്ഥ റൌഫുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള റൌഫയാണ്. നമസ്കാരം. എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരാൾ അയച്ചെന്നാണ് നിങ്ങളുടെ വീട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു സൗഹൃദമാണ്. അപ്പോൾ ഞാനിങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു 340 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസരം വരാനായിട്ട് കാത്തിരുന്നതാണ്. അന്നേരമാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇതേ ടോട്ടൽ എനിക്ക് തോന്നുന്നു 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു ഹോം സ്റ്റേക്കായിട്ട് തന്നെ ചെയ്തതാണോ ഇത്? അതെ, ഹോം സ്റ്റേ ചെയ്തതാണ്. ഇപ്പോൾ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള വീട് കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങളിത് ചെയ്യുന്നുണ്ടോ, അതായത് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇത് ചെയ്ത എഞ്ചിനീയർ ഉണ്ട് നിങ്ങളുടെ ഒപ്പം? എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ സ്ട്രക്ചർ വർക്ക് ചെയ്ത ആളുണ്ട്. ടീമായിട്ട് വർക്ക് എടുത്ത് കൊടുക്കണം തീരുമാനിച്ചത്. ഈ ടൈപ്പാണോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്? ഈ ടൈപ്പും അല്ലാതെ എല്ലാം ചെയ്യും. ഓക്കെ. എ ഫ്രെയിം അല്ലെങ്കിൽ പാർഷ്യൽ എ ഫ്രെയിം മാത്രമല്ല, എല്ലാം ചെയ്യും. ഏതും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എവിടെയൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ചെയ്യാനുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് വിളിക്കാം കേട്ടോ, അത് അദ്ദേഹം ചെയ്തു തരും. ഇനി ഈ ഒരു ഹോം സ്റ്റേയെ പറ്റി നോർമലി എനിക്ക് ഇന്നലെ രാത്രി ഞാനിവിടെ വന്ന് താമസിച്ചു. ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. വയനാടെന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററുള്ള 550 മീറ്ററാണ് ടൗണിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് ഭയങ്കര ഒരു എന്നാ പറയുക, വരുന്ന ആൾക്കാർക്കും പെട്ടെന്ന് ആക്സസബിളാണ്. പലപ്പോഴും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, ഇടുക്കിയിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും റിസോർട്ടിലോട്ട് പോകുമ്പോൾ ആ റോഡ് ഭയങ്കര ബോറായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ടൗണിൽ നിന്ന് അത്ര 1/2 കിലോമീറ്ററിനകത്ത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൗണും അതുപോലെ കാടും. അതെ, ടൗണും അത് അടുത്ത് കാടും. ഓക്കെ. അത് വന്നാൽ നല്ല വൈബ് തന്നെ. ബാക്കിൽ ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ. അതെ, മൃഗങ്ങൾ കാണാം, മാനിനെ കാണാം. മാൻ രാത്രി മുഴുവൻ ഇതിന് ചുറ്റോടി കിട്ടുന്നുണ്ട് കേട്ടോ. രാത്രി ഫുൾ ഉണ്ടായി, മുറ്റത്തൊക്കെ ഉണ്ടാവും. അതെ, ഈ ഞാൻ കാണിച്ച ബാൽക്കണിയിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ മാനുകൾ പറ്റമായിട്ട് നിൽക്കുന്ന കാണാം. പിന്നെ ബാക്കി മൃഗങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. ബാക്കിലുള്ള കടുവകൾ, ആനകളൊക്കെ വരുന്നത് എല്ലാം ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയാലായിരിക്കും. ആന കൂടുതലും കടുവകൾ ഉണ്ടാവും. ഓക്കെ. ഇതിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ 4 ബെഡ്റൂമാണ് ഇതിലുള്ളത്. 4 ബെഡ്റൂം. ഇപ്പം 4 ബെഡ്റൂം നമ്മൾ കൊടുക്കുന്ന ഉദ്ദേശിച്ച് 12,000 രൂപക്ക്. ഓക്കെ. ഒരു ഫാമിലി, ഒരു 4 ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ഫാമിലി വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് താമസിച്ചിട്ട് പോകാം എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ കമ്പൽസറി ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, പ്രശ്നമില്ല. എങ്ങനെ വേണമല്ലോ സിംഗിൾ ഫാമിലിക്കും കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഫുഡ് ഉണ്ടോ? അതിൽ ഇൻക്ലൂഡ് അല്ല. ഓക്കെ, ഫുഡ് എക്സ്ട്രാ വരും. ഹോം ഡേ ഫുഡ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും? ഓക്കെ. അതിനുവെച്ചാൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് ഹോംലി ഫുഡുകൾ ഇവർ സപ്ലൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ? ഒരുപാട് ആൾ തയ്യാറാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി എന്നാ പറയുക, ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്കും
അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം നമ്മളിത് ഹോം സ്റ്റേ എന്നുള്ളത് റെസിഡൻഷ്യലായിട്ട് നിങ്ങളിത് ചെയ്ത് കൊടുക്കുമല്ലോ? റെസിഡൻഷ്യൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യാൻ. നിങ്ങളുടെ ഇൻസ്റ്റാ അല്ലേ? കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ വിളിച്ചു. നമ്മളെല്ലാവരും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കും? എവിടെയും ചെയ്യാം, കേരളത്തിൽ എവിടെയും ചെയ്യാം. അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ളവർക്കാണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം. ബാക്കി ഡീറ്റെയിൽസ്, ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സൗകര്യം തന്നതിന് എനിക്കൊരു ദിവസം ഞങ്ങൾ രാത്രി 8:30 മണിയായി ഇവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ മനോരമയുടെ ഒരു ഇതുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിവിടെ ഇദ്ദേഹം ഒരു ഇത് തന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ ടോട്ടൽ 1500 സ്ക്വയർ ഫീറ്റ് 4 BHK ആണ്. ഇദ്ദേഹത്തിന് ടോട്ടൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആയിരിക്കുന്നത് 34 lakhs ആണ് ടോട്ടൽ ചിലവായിരിക്കുന്നത്. ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വയനാട്ടിൽ യാത്രയ്ക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം ഇതുപോലുള്ള അടിപൊളി വീടുകളും വീഡിയോയുമായിട്ട്. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.